സുചേട്ടൻ ഒരുപാട് പോകാൻ ആഗ്രഹിച്ചതായിരുന്നു ബിഗ് ബോസിലേക്ക്. അപ്പം രേണുവിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചെന്ന് അറിഞ്ഞപ്പം സുചേട്ടൻ ആദർശനായിട്ട് കൂടെയുണ്ട്. സുചേട്ടൻ്റെ അനുഗ്രഹം കൂടെയുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിലുപരി ദൈവാനുഗ്രഹം. സത്യം പറഞ്ഞാൽ സുചേട്ടൻ ജീവനോടുള്ളപ്പോൾ സുചേട്ടൻ ഒരുപാട് ഘട്ടങ്ങൾ തള്ളിപ്പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിന്നാണ് സുചേട്ടൻ. ആ ഒരൊറ്റ എന്താ പറയാ, ഒരൊറ്റ ധൈര്യത്തിലാണ് ഇപ്പം ചെയ്യാത്ത കുറ്റത്തിന് പോലും നമ്മളെ ഒരു പരിധി വരെ ഒരു പകുതി സമൂഹം എതിർക്കുമ്പോഴും ഒറ്റയ്ക്കിനൊക്കെയുള്ള കരുത്തും അതൊക്കെ തന്നെയാണ്. എന്തായാലും മുന്നോട്ട് തന്നെ പോകും. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യുന്നുമില്ല, ചെയ്യത്തുമില്ല. മനസാക്ഷി ഉള്ളവർക്കത് മനസ്സിലാവും. പ്രതപ്പനുണ്ട്. കിച്ചു എന്ത് ചെയ്യാന്ന് ചോദിക്കും. കിച്ചുവിന് ഇന്ന് പല്ലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അവൻ ഇന്ന് അത് പോകാൻ 2-3 പ്രാവശ്യം അവനത് ക്യാൻസലാക്കിയായിരുന്നു ആ ഒരു ഡേറ്റ്. ഇന്ന് പോയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുട്ടി ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് വന്നായിരുന്നു. പ്രൊഫൈൽ ഷൂട്ട് എടുക്കാൻ പെട്ടെന്ന് വന്നായിരുന്നു. അപ്പം അമ്മ പോയിട്ട് വരൂ, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കൂ, എൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കുട്ടി പോയത്. എല്ലാം പെട്ടെന്നായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് ഏഷ്യാനെറ്റ് ടീം പ്രൊഫൈൽ ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ വിളിച്ച ഉടനെ തന്നെ അവൻ ഓടി വന്നു. പെട്ടെന്നായിരുന്നു വിളി വന്നത്. ഞാൻ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ പാക്ക് ചെയ്യുന്നതും. അപ്പം എനിക്ക് തോന്നുന്ന 1-2 ദിവസം കൂടെ ഉള്ളെന്ന് തോന്നി തുടങ്ങാൻ. അപ്പം ചേട്ടൻ്റെ അനുഗ്രഹം കിട്ടി. മനസ്സ് എനിക്കറിയാം, വായിച്ചറിയാം. ഇത്രയും നേരം മഴയില്ലാതിരുന്ന പെട്ടെന്നൊരു മഴ പെയ്ത് ചേട്ടൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. പെട്ടെന്നത് പോവുകയും ചെയ്തു. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും ഒരുപാട് നന്ദി. മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് നന്ദി. ലൈക്ക് അടിച്ചേക്കണം, ഷെയറും ചെയ്തേക്കണം, സബ്സ്ക്രൈബ് അടിച്ചേക്കണം. കുഞ്ഞ് പറഞ്ഞ കേട്ടോ, ലൈക്കും അടിച്ചേക്കണം, ഷെയറും ചെയ്തേക്കണം, സബ്സ്ക്രൈബും ചെയ്തേക്കണം. എൻ്റെ കുഞ്ഞിന് അതേ പറയാൻ അറിയുള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് റിതപ്പ. ലവ് യു മൈ സൺ. ഞാൻ സുധിച്ചേട്ടൻ്റെ അടുത്ത് വന്നതിന് ഒരു കാരണമുണ്ട്. പെട്ടെന്നായിരുന്നു ബിഗ് ബോസ് എന്ന് വലിയൊരു ഹൗസിലേക്ക് എന്നെ വിളിച്ചത്. അപ്പം എൻ്റെ ലൈഫിൽ എന്ത് നല്ല കാര്യം വന്നാലും എനിക്കത് സുധിച്ചേട്ടനെ എടുത്ത് വന്ന് അറിയിക്കാനും ഏട്ടൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും, എന്തായാലും എനിക്കതാണ് എൻ്റെ തീരുമാനവും ഇഷ്ടമൊക്കെ അതാണ്. അതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്, ഏട്ടൻ്റെ അടുക്കൽ. ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയായിരുന്നു ബിഗ് ബോസ്, ഒരു ഹൗസായിരുന്നു ബിഗ് ബോസ് ഹൗസ്. അപ്പം ഏട്ടൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പം ഏട്ടന് പോകാൻ സാധിച്ചില്ല. പക്ഷെ എന്നെ ഇപ്പം വിളിച്ചത് ചിലപ്പോൾ ഏട്ടൻ ഏതോ ഒരു ലോകത്ത് ഇരുന്നുകൊണ്ട് എന്നെ വിടുന്നതാകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ഒത്തിരി തളരത്തില്ല. തളർന്നു കഴിഞ്ഞാൽ പിന്നെ രേണു സുധി ഇല്ല. ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വ്ളോഗിൽ ഞാൻ ഒരു സ്വാഗതം പറയാതാണ് തുടങ്ങിയത്. അങ്ങനെ ഒരു സ്വാഗതം പറയേണ്ട ഒരു ഇതായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. പെട്ടെന്നായിരുന്നു വിളി വന്നത്. ഞാൻ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ പാക്ക് ചെയ്യുന്നതും. അപ്പം എനിക്ക് തോന്നുന്ന 1-2 ദിവസം കൂടെ ഉള്ളെന്ന് തോന്നി തുടങ്ങാൻ. അപ്പം ചേട്ടൻ്റെ അനുഗ്രഹം കിട്ടി. മനസ്സ് എനിക്കറിയാം, വായിച്ചറിയാം. ഇത്രയും നേരം മഴയില്ലാതിരുന്ന പെട്ടെന്നൊരു മഴ പെയ്ത് ചേട്ടൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. പെട്ടെന്നത് പോവുകയും ചെയ്തു. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും ഒരുപാട് നന്ദി. മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് നന്ദി. അതുപോലെ സിംഗിൾ പേരൻസിൻ്റെയും വിധവകളായിട്ടുള്ള സ്ത്രീകളുടെയും ശബ്ദമാകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ബിഗ് ബോസ് ഹൗസിലും അങ്ങനെ ആ സിംഗിൾ പേരൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ശബ്ദമാകാൻ അവരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല. നിന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ വിഷമാവും. പിന്നെ ചേച്ചിയുണ്ട് കൂടെ, ചേച്ചിയുടെ അടുത്തും കൂടെ സംസാരിക്കുക. പിന്നെ എൻ്റെ കൂടത്തിൽ വരുന്നത് ചേച്ചിയാണ്. ബിഗ് ബോസിലോട്ട് എന്നെ ആക്കാൻ വേണ്ടി വരുന്നത് എൻ്റെ ഒരേ ഒരു സഹോദരി രമ്യയാണ്. ചേച്ചി സുചേട്ടൻ ഒരുപാട് പോകാൻ ആഗ്രഹിച്ചതായിരുന്നു ബിഗ് ബോസിലേക്ക്. രേണുവിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചെന്ന് അറിഞ്ഞപ്പം സുചേട്ടൻ ആദർശനായിട്ട് കൂടെയുണ്ട്. സുചേട്ടൻ്റെ അനുഗ്രഹം കൂടെയുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിലുപരി ദൈവാനുഗ്രഹം.
സത്യം പറഞ്ഞാൽ സുചേട്ടൻ ജീവനോടുള്ളപ്പോൾ സുചേട്ടൻ ഒരുപാട് ഘട്ടങ്ങൾ തള്ളിപ്പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിന്നാണ് സുചേട്ടൻ. ആ ഒരൊറ്റ എന്താ പറയാ, ഒരൊറ്റ ധൈര്യത്തിലാണ് ഇപ്പം ചെയ്യാത്ത കുറ്റത്തിന് പോലും നമ്മളെ ഒരു പരിധി വരെ, ഒരു പകുതി സമൂഹം എതിർക്കുമ്പോഴും ഒറ്റയ്ക്കിനൊക്കെയുള്ള കരുത്തും അതൊക്കെ തന്നെയാണ്. എന്തായാലും മുന്നോട്ട് തന്നെ പോകും. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യുന്നുമില്ല, ചെയ്യത്തുമില്ല. മനസാക്ഷി ഉള്ളവർക്കത് മനസ്സിലാവും. കൂടുതലൊന്നും പറയാനില്ല. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇപ്പം എല്ലാവരും ഓർക്കും ഋതപ്പനുണ്ട്, കിച്ചു എന്ത് ചെയ്യാന്ന് ചോദിക്കും. കിച്ചുവിന് ഇന്ന് പല്ലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അവൻ ഇന്ന് അത് പോകും. 2-3 പ്രാവശ്യം അവനത് ക്യാൻസലാക്കിയായിരുന്നു ആ ഒരു ഡേറ്റ്. ഇന്ന് പോയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുട്ടി ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് വന്നായിരുന്നു, പ്രൊഫൈൽ ഷൂട്ട് എടുക്കാൻ പെട്ടെന്ന് വന്നായിരുന്നു. അപ്പം അമ്മ പോയിട്ട് വരൂ, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കൂ, എൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കുട്ടി പോയത്. എല്ലാം പെട്ടെന്നായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് ഏഷ്യാനെറ്റ് ടീം പ്രൊഫൈൽ ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ വിളിച്ച ഉടനെ തന്നെ അവൻ ഓടി വന്നു. എത്ര തിരക്കാണേലും കിച്ചു ഓടി വന്നു കേട്ടോ. അതൊക്കെ അവൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ മകനായതുകൊണ്ട് മാത്രമാണ്. അപ്പം എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഞാൻ പോവാണ്. അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. ഞാനായിട്ട് തന്നെ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം എനിക്ക് കൂടുതലൊന്നും നീട്ടുന്നില്ല. ഇത് കാണുന്ന ഓരോ വ്ളോഗേഴ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിലായിരിക്കും. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സൂചാനെ സ്നേഹിക്കുന്ന ഓരോ മലയാളി, ഹൃദയം നിറഞ്ഞ അവർക്ക് ഹൃദയം ഉള്ള മലയാളികളുടെ സപ്പോർട്ടും വോട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രാർത്ഥിച്ചോ. ഇതപ്പാ അമ്മയെ ഉണ്ട് അവിടെ, അച്ഛനും ഉണ്ട്, അമ്മയുണ്ട് ഇവിടെ. കിച്ചു ചേട്ടാ ഇന്നലെ വന്നില്ലേ? കിച്ചു ചേട്ടാ എന്തൊക്കെ വാങ്ങിച്ചു തന്നു കുഞ്ഞിന്? അച്ഛനോട് പറഞ്ഞോ കിച്ചു ചേട്ടാ ഇന്നലെ വന്ന് ടോയ് ഒക്കെ വാങ്ങിച്ചു തന്നെന്ന്? അപ്പൊ അമ്മ ബിഗ് ബോസിൽ പോകുമ്പോ ഋതപ്പൻ എന്നാ പറയാനുള്ളേ? ലൈക്ക് അടിച്ചേക്കണം, ഷെയറും ചെയ്തേക്കണം, സബ്സ്ക്രൈബ് അടിച്ചേക്കണം. കുഞ്ഞ് പറഞ്ഞ കേട്ടോ, ലൈക്കും അടിച്ചേക്കണം, ഷെയറും ചെയ്തേക്കണം, സബ്സ്ക്രൈബും ചെയ്തേക്കണം. എൻ്റെ കുഞ്ഞിന് അതേ പറയാൻ അറിയുള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് ഋതപ്പ. ലവ് യു മൈ സൺ. ഇപ്പൊ എൻ്റെ ലുധിയാമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അത്ര പറയാനൊന്നുമില്ല. അമ്മച്ചനോട് എന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ആന്റിക്ക് എല്ലാ അനുഗ്രഹം തരണം. അമ്മച്ചൻ എന്ന് പറഞ്ഞാൽ സൂചേട്ടനാണ്. കൊച്ചച്ഛൻ എന്ന് വിളിക്കുന്ന അമ്മച്ചാന്നാക്കിയതാണ്. അപ്പം എല്ലാ അനുഗ്രഹവും ആന്റിക്ക് കൊടുക്കണേന്നാണ്. ലെബനോൻ എന്നാ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ലെബനോൻ ഒന്നും പറയാനില്ല. അമ്മച്ചനോട് വല്ലതും പറഞ്ഞോ മോൻ? അമ്മച്ചനെ ഓർക്കുന്നുണ്ടോ? അമ്മച്ചനെ ഓർക്കുന്നുണ്ട്. ലെബനോൻ അങ്ങനെ അധികം ഒന്നും സംസാരിക്കുന്ന വ്യക്തിയല്ല, ബുദ്ധിജീവിയാണ്. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല കുട്ടി. അപ്പം ശരി.